ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇവിടെ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനൊരു 1/2 കിലോ ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. ഇനി കുറച്ച് ഉലുവ കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇനി നല്ലതുപോലെ വാടി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒരെണ്ണമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നതിന് വരെ നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഏകദേശം തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ഉള്ളി എല്ലാം നല്ലതുപോലെ വഴണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതിയാവും. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായി ആ ഉള്ളിയും തക്കാളിയിലും ഒക്കെ പിടിച്ച് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ആ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്കൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ചെമ്മീനിൽ നിന്ന് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇത് ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളിക്ക് നല്ല പുളിയുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് 1 കുടംപുളിയാണ് ചേർത്ത് കൊടുത്തത്. കുടംപുളി നേരത്തെ തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ച് കുതിർത്തിയതാണ്. ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ചെമ്മീനൊന്ന് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആവുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുക്കണം. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ലിഡ് തുറന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇതാ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല, കറി പിരിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. സൈഡിൽ കൂടെ ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ ചൂട് കുറേ സമയത്തേക്ക് നിൽക്കും. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേക്കാണ്. ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത് പോലെ കാണുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കറി ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും മേളിൽ കൂടെ തൂവി കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞും കൂടെ കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് ചേർക്കാവുന്നതാണ്. കറി നല്ല തിക്കായിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ചെമ്മീനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്